ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രിക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. 2026 T20 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ഗുജറാത്തിലെ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. നമുക്കറിയാം, ആദ്യമായിട്ടാണ് ഇന്ത്യയും ന്യൂസിലാൻഡും ഒരു T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. ഇതിനു മുന്നേ ടെസ്റ്റ് ലോകകപ്പിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ന്യൂസിലാൻഡ് ജേതാക്കളാകുകയും ചെയ്തു. എന്നാൽ T20 മത്സരത്തിൽ വേൾഡ് കപ്പിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. വേൾഡ് കപ്പ് T20 മത്സരങ്ങളിൽ ഇന്നേ വരെ ഇന്ത്യക്ക് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന ഒരു കാര്യം കൂടിയുണ്ട്. ബയലാറ്ററൽ സീരീസിൽ 18 തവണ ഇന്ത്യക്കും 11 തവണ ന്യൂസിലാൻഡിനും വിജയിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ അല്ലെങ്കിൽ പ്ലെയിൻ 11ലേക്ക് വന്നു കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മയും സഞ്ജു വി സാംസൺ തമ്മിലായിരിക്കും ഓപ്പൺ ചെയ്യാൻ സാധ്യത. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷൻ. അഭിഷേക് ശർമ്മ ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ വളരെ മികച്ച ഫോമിലായിരുന്നു. എന്നാൽ T20 വേൾഡ് കപ്പിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു മിന്നലാട്ടം മാത്രമാണ് കാണുന്നത്. സഞ്ജു വി സാംസണിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രതീക്ഷ. ഈ ചാമ്പ്യൻഷിപ്പ് തുടങ്ങുമ്പോൾ വാട്ടർ ബോയ് ആയിരുന്നവൻ പിന്നീട് നാഷണൽ ഹീറോ ആയി. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള നിർണായക മത്സരത്തിലും ഇംഗ്ലണ്ടിനെതിരെയുള്ള സെമി ഫൈനലിലും സഞ്ജു വി സാംസൺ സെഞ്ചുറിയേക്കാൾ മൂല്യമുള്ള അർദ്ധ സെഞ്ചുറികൾ നേടി ടീമിനെ വിജയത്തീരത്തെത്തിച്ച മലയാളി താരം സഞ്ജു വി സാംസൺ. സഞ്ജു വി സാംസൻ്റെ ഒരു ഫോം തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. അഭിഷേക് ശർമ്മ മെക്കഞ്ചൈ എന്ന ഓഫ് സ്പിന്നർ ന്യൂസിലാൻഡിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോളിൽ അഭിഷേക് ശർമ്മ ഇന്ന് കുടുങ്ങുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വൺ ഡൗൺ പൊസിഷനിൽ ഇന്ത്യയുടെ പോക്കറ്റ് ഡൈനാമോ ഇഷാൻ കിഷൻ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ്സ്മാൻ. അദ്ദേഹവും മികച്ച ഫോമിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഇന്നിങ്സ് ഇന്നത്തെ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവാണ്. അമേരിക്കയെതിരെയുള്ള മത്സരത്തിൽ 161 റൺസിന് ഇന്ത്യ വാങ്കഡയിൽ ബാറ്റിംഗ് അവസാനിപ്പിച്ചപ്പോൾ അതിൽ 84 റൺസ് നേടിയ സൂര്യകുമാർ യാദവ് പിന്നീടുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ശിവൻ ദുബൈ ഇന്ത്യക്ക് ഏറ്റവും വിശ്വസിച്ച് ക്യാമിയോ റോളിൽ എവിടെ വേണമെങ്കിലും ഇറക്കിവിടാൻ സാധിക്കുന്ന ഇന്ത്യയുടെ മീഡിയം പേസർ ബാറ്റിംഗ് ഓൾറൗണ്ടർ ശിവൻ ദുബൈ കുറഞ്ഞ ബോളുകളിൽ നിന്ന് കൂടുതൽ റൺസ് നേടി ഇന്ത്യക്ക് നിർണായക ഘട്ടങ്ങളിൽ അവസരോചിതമായി ബാറ്റിംഗ് കൊണ്ടും ബോൾ കൊണ്ടും പെരുമാറുന്ന ശിവൻ ദുബൈ ബോളിങ്ങിൽ ഇടയ്ക്ക് കുറഞ്ഞ ബോളുകളിൽ നല്ല അടി മേടിക്കുന്നുണ്ടെങ്കിലും ബാറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ നിർണായക സംഭാവനകൾ ഇന്ത്യക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഹാർദിക് പാണ്ഡ്യ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫീൽഡിംഗ് കൊണ്ടും ഇന്ത്യയെ താങ്ങി നിർത്തുന്ന ഇന്ത്യയുടെ നെടും തൂൺ. ഹാർദിക് പാണ്ഡ്യയുടെ ഫോം ഈ മത്സരത്തിൽ വളരെയധികം നിർണായകമാണ്. അസർ പട്ടേൽ, നമുക്കറിയാം അസർ പട്ടേലിൻ്റെ സ്പിൻ ബോള് 4 ഓവറിൽ 35 റൺസാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ്. ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ എടുത്തു പോയി കഴിഞ്ഞാൽ അധികം മത്സരങ്ങളിൽ അദ്ദേഹം 4 ഓവറിൽ വിട്ടുകൊടുത്ത 35 റൺസാണ്. വളരെ നിർണായകമായ വിക്കറ്റുകൾ എടുക്കുവാനും സാധിക്കുന്ന ഓൾറൗണ്ടറാണ് അസർ പട്ടേൽ. അടുത്തത് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജസ്പ്രീത് ബുംറ. എന്നാ പറയുന്നത്, ഒന്നും പറയാനില്ല. ജസ്പ്രീത് ബുംറയ്ക്ക് തുല്യം ജസ്പ്രീത് ബുംറ മാത്രം ഈ ലോക ക്രിക്കറ്റിൽ. ഇംഗ്ലണ്ടിനെതിരെയുള്ള നിർണായകമായുള്ള സെമി ഫൈനലിൽ അദ്ദേഹം കാഴ്ചവെച്ച ഒരു പ്രകടനം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോളിംഗ് മികവ് കൊണ്ട് മാത്രമാണ് ഇന്ത്യ ഇന്ന് ഫൈനലിൽ കളിക്കുന്നത് എന്ന് പറയാം. അർഷ്ദീപ് സിംഗ് ഇന്ത്യയുടെ വിശ്വസ്തനായിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളറാണ്. പവർ പ്ലേയിലും ഡെത്ത് ഓവറിലും അദ്ദേഹം മികച്ച രീതിയിൽ ബോൾ ചെയ്യാറുണ്ട്. റൺസ് വിട്ടുകൊടുത്താലും വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിയുന്ന ഒരു ബോളറാണ് അർഷ്ദീപ് സിംഗ്. വരുൺ ചക്രവർത്തി നമുക്കറിയാം വളരെ മികച്ച ഒരു സ്പിൻ ബോളറാണ്. റൺസ് വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിലും നല്ല വിക്കറ്റുകൾ വീഴ്ത്താൻ ശേഷിയുള്ള ബോളറാണ്. ഇനി നമ്മൾ ഒരാളെ വിട്ടുപോയതല്ല, അദ്ദേഹത്തെ ലാസ്റ്റ് എടുത്തു പറയണം എന്നുള്ളതുകൊണ്ടാണ് തിലക് വർമ്മ. നമുക്കറിയാം, ഈ T20 വേൾഡ് കപ്പിൽ മുന്നേ ഒരു സർജറി കഴിഞ്ഞ് ടീമിലേക്ക് വന്ന ആളാണ് തിലക് വർമ്മ. വൺ ഡൗൺ പൊസിഷനിൽ ഇറങ്ങി ഒരു ആങ്കർ റോളിൽ കളിച്ച് സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവാണെന്ന് വിമർശനം ഒരുപാട് ആരോപണം കേട്ട ഒരു പ്ലെയറാണ് തിലക് വർമ്മ. പക്ഷേ കുറച്ചും കൂടെ താഴേക്ക് ബാറ്റിംഗ് ഓർഡർ താഴേക്ക് ഇറങ്ങി ഒരു ഫിനിഷിംഗ് റോളിലെത്തിയപ്പോൾ
വളരെ വേഗത്തിൽ കുറഞ്ഞ ബോളിൽ നിന്നും കൂടുതൽ റൺസ് അടിച്ച് ഇന്ത്യനെ ഒരു സേഫായിട്ട് എത്തിക്കാൻ സാധിക്കുന്ന പ്ലെയറാണ് തിലക് വർമ്മ. ഇന്ത്യയുടെ ന്യൂ സെൻസേഷനാണ് തിലക് വർമ്മ. തിലക് വർമ്മ നമുക്കറിയാം ഏഷ്യ കപ്പിലടക്കം ഒറ്റയ്ക്ക് കളി ജയിപ്പിച്ച പ്ലെയറാണ് തിലക് വർമ്മ. എനിക്ക് ഈ പ്ലെയിൻ ലെവലിൽ ഏറ്റവും ഇഷ്ടമുള്ള, പേഴ്സണലായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലെയറും തിലക് വർമ്മ തന്നെയാണ്. ന്യൂസിലൻഡ് നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഓപ്പണിംഗാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. ഫിൻ അലനും ടീം സെഫേർട്ടും ചേരുന്ന ഓപ്പണിംഗ്. സെമി ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ തച്ച് തരിപ്പണമാക്കിയത് ഈ ഓപ്പണിംഗ് പെയറായിരുന്നു. അതുകൊണ്ട് തന്നെ പവർ പ്ലേയിൽ അവരുടെ വിക്കറ്റ് എടുക്കുക എന്നതായിരിക്കണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. മറ്റൊരു താരം രച്ചിൻ രവീന്ദ്ര. ബാറ്റ് കൊണ്ട് അത്ര വലിയ ഫോമിലല്ലെങ്കിലും ബോൾ കൊണ്ട് അനായാസം എതിരാളികളെ വീഴ്ത്താൻ കഴിയുന്ന പ്ലെയറാണ് രച്ചിൻ രവീന്ദ്ര. ഗൺ ഫിലിപ്സ് ഫീൽഡിങ്ങിൽ പുലിയാണ്, ബാറ്റിങ്ങിലും പുലിയാണ്. പക്ഷേ എങ്കിലും ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ക്യാച്ചുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെയും പിടിച്ചു കിട്ടുക ഇന്ത്യക്ക് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഡാരൽ മിച്ചൽ. ഇന്ത്യ എന്ന് കേട്ടാൽ അപ്പം അദ്ദേഹത്തിൻ്റെ ബാറ്റ് ഗർജിക്കും. അത് T20 ആയാലും വൺ ഡേ ഫോർമാറ്റ് ആയാലും അദ്ദേഹത്തെയും പിടിച്ചു കിട്ടുക ഇന്ത്യക്ക് ശ്രമകരം തന്നെ. മിച്ചൽ സാനർ, ദ ക്യാപ്റ്റൻ ഓഫ് ന്യൂസിലാൻഡ് ടീം. ആളൊരു പുലിയാണ്. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നിർണായക ഘട്ടത്തിൽ ന്യൂസിലാൻഡിനെ ഒറ്റയ്ക്ക് വിജയിപ്പിക്കാൻ സാധിക്കുന്ന പ്ലെയറാണ് മിച്ചൽ സാനർ. എടുത്തു പറയുന്ന മറ്റൊരു പ്ലെയർ മാച്ച് ഹെൻറി. പവർ പ്ലേ ഓവറുകളിൽ വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്ന ബോളറാണ് നമ്മുടെ മാറ്റ് ഹെൻറി. ഇനിയും ഒരുപാട് പ്ലെയേഴ്സ് അവരുടെ ടീമിലുണ്ട്. മച്ചക്കൈ പോലെയുള്ള പ്ലെയേഴ്സ്. അതിനിപ്പം പ്ലെയിൻ ലെവലിൽ വരുന്നത് ജെമി മീഷിയോ ആണോ, അല്ലെങ്കിൽ ജേക്കബ് ഡഫിയാണോ, അല്ലെങ്കിൽ കാൾ ജാമിസനാണോ, ഫർക്കൂസനാണോ എന്നറിയില്ല. പക്ഷേ എങ്കിൽ പോലും എല്ലാവരും ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന പ്ലെയേഴ്സ് തന്നെയാണ്. എന്തുതന്നെ ആയാലും വളരെ മികച്ച ഒരു മത്സരമായിരിക്കും അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്ന ഈ ഫൈനൽ മത്സരം. ഒരു വൺ സൈഡ് മാച്ച് ആവാൻ സാധ്യത എന്തായാലും ഇല്ല. റെഡ് സോയിലും ബ്ലാക്ക് സോയിലും മിക്സ് ചെയ്ത ഒരു പിച്ചിലാണ് ഇന്ത്യ ഈ ഫൈനൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 200 താഴെയുള്ള സ്കോർ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തുതന്നെ ആയാലും വളരെ മികച്ച ഒരു ഫൈനലായിരിക്കും. ഇതിൽ ഇന്ത്യ കപ്പ് നേടട്ടെ എന്ന് ഒരു ഇന്ത്യൻ ആരാധകൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാവരും കാണുക. ഇന്ത്യക്ക് വേണ്ടി ഫൈനലിൽ കളിക്കാൻ സാധ്യതയുള്ള പ്ലേയിങ് 11 അഡീഷണൽ ഒരാളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ഒരു ബയോഗ്രഫി അവരുടെ ഒരു പ്രകടനത്തെ അടിസ്ഥാനമാക്കി ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണുക. കൂടുതൽ അപ്ഡേഷനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ഇതിൻ്റെ റിവ്യൂവുമായി വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.